മഹാരാഷ്ട്രയിലെ വലിയ പ്രശ്നങ്ങൾക്ക് ശേഷം ശിവസേനയും ബി.ജെ.പിയും ഇപ്പോൾ ഒന്നായിരിക്കുകയാണ്. 23 സീറ്റുകളിൽ ശിവസേനയും 25 സീറ്റുകളിൽ ബി.ജെ.പിയും മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കഥ മാറിക്കൊണ്ടേയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഉദ്ധവ് താക്കറെ ശക്തമായ രീതിയിൽ വിമർശനവുമായി മുന്നോട്ട് വന്നെങ്കിലും പിന്നീട് അമിത്ഷായുടെ ഏറെ നാളത്തെ ഇടപെടലിന് ശേഷം ഒടുവിൽ സഖ്യത്തിന് പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ്. എന്നാൽ സഖ്യമുണ്ടായതിനു ശേഷവും ശക്തമായിട്ടുള്ള വിമർശനവുമായിട്ടാണ് ശിവസേന മുന്നിൽ വന്നിട്ടുള്ളത്. അതായത് മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളെ വിമർശിക്കാതെ ബി.ജെ.പിക്കെതിരെ ശക്തമായിട്ടുള്ള വിമർശനവും ഉന്നയിക്കുന്നത് 3 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ശിവസേന. അതിന് ചുക്കാൻ പിടിക്കുന്നതും ഉദ്ധവ് താക്കറെയാണെങ്കിൽ ഇപ്പോൾ ശിവസേനയുടെ മുഖപത്രമായിട്ടുള്ള സാമ്നയിലൂടെയാണ് പുതിയ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. സാമ്നയിൽ പറയുന്ന വിമർശനത്തിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്: ഭീകരാക്രമണങ്ങളും കലാപങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിന് ബി.ജെ.പി ഒരു കാരണവശാലും തയ്യാറാവരുത് എന്ന ഒരു താക്കീത് ശിവസേനയുടെ മുഖപത്രമായിട്ടുള്ള സാമ്ന നൽകുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു താക്കീത് അതീവ ഗുരുതരാവസ്ഥയിൽ ചിന്തിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ മമതയടക്കം ആദ്യഘട്ടത്തിൽ ശക്തമായിട്ടുള്ള വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു, നമ്മൾ കണ്ടതാണ്. പക്ഷെ വ്യക്തമാക്കുന്ന ഒരു വലിയ സത്യം എന്ന് പറയുന്നത് ശിവസേന പോലും ശിവസേനയുടെ മുഖപത്രത്തിൽ ബി.ജെ.പിക്കെതിരെ ശക്തമായിട്ടുള്ള വിമർശനവുമായി വരുന്നു. ഇത് സഖ്യമുണ്ടാക്കിയതിന് ശേഷം എന്നുള്ള കാര്യവും ചിന്തിക്കപ്പെടേണ്ടതാണ്. അമിത്ഷായുടെ ഇടപെടലിന് ശേഷം സഖ്യം വന്നതിന് ശേഷമാണ് ഈ വെളിപ്പെടുത്തലുമായി ശിവസേനയുടെ മുഖപത്രം വന്നിട്ടുള്ളത്. രാജ്യത്ത് കലാപങ്ങൾ സൃഷ്ടിക്കുന്നതും അതുപോലെ തന്നെ ഭീകരാക്രമണങ്ങൾ സൃഷ്ടിക്കുന്നതിലും മോദിക്ക് പങ്കുണ്ട് എന്ന രീതിയിലാണ് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അതോടൊപ്പം കശ്മീരി വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം സിഖ് കലാപമുണ്ടാകിയതിന് തുല്യമാണെന്നുള്ള ഒരു വാദം തന്നെയാണ് ശിവസേന മുന്നിലോട്ട് വെക്കുന്നുള്ളത്. അത്രത്തോളം വലിയ വിമർശനങ്ങൾ തന്നെയാണ് സർക്കാരിനെതിരെ ശിവസേനയുടെ മുഖപത്രമായിട്ടുള്ള സാമ്ന പുറത്തുവിട്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള വിമർശനങ്ങൾ മുന്നോട്ട് വരുമ്പോഴും ശിവസേനക്കെതിരെ നാവ് പോലും അനക്കാൻ തയ്യാറാവാതിരിക്കുകയാണ് ബി.ജെ.പി. മഹാരാഷ്ട്രയിൽ ശിവസേന ഇടിഞ്ഞാൽ ശക്തമായിട്ടുള്ള വെല്ലുവിളി ബി.ജെ.പി നേരിടുമെന്നുള്ള ഒരു മുൻകരുതൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം ശിവസേനയ്ക്ക് നേരെ ശബ്ദിക്കാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും. അതോടൊപ്പം വ്യക്തമാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പല രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുക രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള ഒരു വലിയ പോയിന്റും സാമ്ന പത്രം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതൊക്കെ ബി.ജെ.പിക്ക് നേരെയുള്ള ചോദ്യചിഹ്നമായി തുടരുമ്പോൾ ഒരു പ്രതികരണവും ബി.ജെ.പി നേതാക്കൾ ശിവസേനയ്ക്ക് നേരെ ഇതുവരെയായിട്ടും ഉന്നയിച്ചിട്ടില്ല. മഹാരാഷ്ട്രയിൽ കോൺഗ്രസും എൻ.സി.പിയും സഖ്യമായി മുന്നോട്ട് വരുമ്പോൾ ശിവസേന ഇടിഞ്ഞു നിന്നാൽ ബി.ജെ.പിക്ക് ശക്തമായിട്ടുള്ള വെല്ലുവിളി നേരിടേണ്ടി വരുമെന്നുള്ള ഒരു കണക്കുകൂട്ടലായിരിക്കാം ശിവസേനയ്ക്ക് നേരെ ഒന്നും ശബ്ദിക്കാതിരിക്കാൻ ബി.ജെ.പിയെ പ്രേരിപ്പിക്കുന്നതും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.